ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വീണ്ടും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾപ്പാൻ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണല്ലോ. വചനം കേൾക്കാൻ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മളെ ധന്യരാക്കേണ്ടതിന്, ശക്തീകരിക്കേണ്ടതിന്, ഈ ലോക ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് തളർന്നു പോയാൽ, നമ്മൾ വീണു പോകുമെന്ന് തോന്നിയാൽ, വചനം കൊണ്ട് താങ്കൾ തന്ന് ബലപ്പെടുത്തി നിവരെ നിർത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾ എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. വീണ്ടും ഇന്നത്തെ ചിന്ത ചിലരെ താങ്ങി എഴുന്നേൽപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. മനോധൈര്യവും ശാരീരിക വിടുതലും എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകി നമ്മളെ ധന്യരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അനുദിന ചിന്തകളിൽ ദൈവത്തിൻ്റെ ആലോചന നൽകിത്തരുന്ന നമ്മുടെ ദൈവത്തോട് ഒത്തിരി നാം കടപ്പെട്ടിരിക്കയാൽ, എൻ്റെ ഭാഗത്ത് നിന്ന് വചനം പറയാൻ അവസരം തരുന്നതിന്, വചനം വെളിപ്പെടുത്തി തരുന്നതിന്, വചനത്തിൻ്റെ പ്രകാശനങ്ങൾ തരുന്നതിന് എൻ്റെ ദൈവത്തോട് ഞാൻ ഒത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും ബഹുമാനവും മഹത്വവും എല്ലാം എൻ്റെ സ്വർഗത്തിലെ അപ്പന് കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇന്നത്തെ ആത്മീക ചിന്ത ഏറ്റവും ലളിതമായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. സങ്കീർത്തനങ്ങൾ 57 മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 57 സങ്കീർത്തനം 3 വാക്യം. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ആ 2 ഭാഗം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവം സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. സ്വർഗത്തിൽ നിന്ന് ഒരു കൈനീട്ടിത്തരൽ ഉണ്ടായാൽ ഭൂമിയിലായിരിക്കുന്ന നമ്മളിൽ കുറേ പേര് രക്ഷപ്പെടും. ഇത് ദാവീദാണ് 57 സങ്കീർത്തനത്തിൽ ഈ കാര്യം പറയുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു വാക്ക് ദാവീദിൻ്റെ ഒരു പ്രത്യേക ഫ്രേസായി, ഒരു പ്രത്യേക പ്രയോഗമായി, ഒരനുഭവ സാക്ഷ്യമായി താൻ പറയുന്ന വാക്കായിട്ട് പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത്? സ്വർഗത്തിൽ നിന്ന് ദൈവം കൈനീട്ടി നമ്മെ രക്ഷിക്കുമെന്ന് പല സങ്കീർത്തനത്തിൽ താനിത് പറഞ്ഞിട്ടുണ്ട്, താൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിതത്തിൽ ഞരങ്ങുമ്പോൾ, ചേറുകണ്ടത്തിൽ കാലുകൾ താണ് പോകുമ്പോൾ, നിലയില്ലാത്ത വെള്ളത്തിൽ മൂക്കോളം മുങ്ങുമ്പോൾ, ആരെങ്കിലും ഒരാൾ കരയിൽ നിന്ന് കൈനീട്ടിത്തരാനുണ്ടെങ്കിൽ താഴേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഒന്ന് പിടിച്ചുയർത്താൻ പറ്റും. ജീവിതാനുഭവത്തിൽ കൂടപ്പുറപ്പുകളിൽ നിന്നോ, സഹോദരങ്ങളിൽ നിന്നോ, വീട്ടുകാരിൽ നിന്നോ, കൂട്ടുകാരിൽ നിന്നോ, സഹപ്രവർത്തകരിൽ നിന്നോ അങ്ങനെ ഒരു കൈനീട്ടിൽ തരൽ അനുഭവിക്കാൻ പറ്റാതിരുന്ന ആ മനുഷ്യൻ തീർന്നു എന്ന് വിചാരിച്ച പല സ്ഥാനത്തും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിടത്തു നിന്നൊരു കൈനീട്ടിത്തരൽ ഉണ്ടാകാതിരുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്ന് സൃഷ്ടാവായിരിക്കുന്ന ദൈവം ദാവീദിൻ്റെ അനുഭവത്തിൽ കൈനീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യനെ കാണുമ്പോൾ തകർന്നു കിടക്കുന്ന, ചേറ്റിൽ കിടക്കുന്ന, കാല് ആണ്ട് പൂണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന, കഴുത്തോളം പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന, ഇനി ഒരു അരയിഞ്ചോടെ താണാൽ ചിലപ്പോൾ ജീവിതം തന്നെ തകർന്നു പോകാവുന്ന ആ പരുവത്തിൽ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് കൈനീട്ടിക്കൊടുക്കാൻ പലരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കാലവും നമ്മുടെ ചുറ്റുപാടുകളും നമ്മോട് പറയുന്നത്. എന്നാൽ അങ്ങനെ ഉള്ളവർക്ക് കൈനീട്ടിത്തരാൻ ദൈവത്തിന് മനസ്സുണ്ടെന്നും ദൈവത്തിന് കഴിയുമെന്നും അങ്ങനെ പലർക്കും വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ടെന്നുമുള്ള കാര്യം സത്യമാണ്. അത് അനുഭവസ്ഥർ പങ്കുവെക്കുമ്പോൾ കുറേ കൂടി ബലമാണതാണ്. ഇന്ന് ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, മനുഷ്യന് ഏറ്റവും ആവശ്യം ഒരു കൈ കോർത്ത് ഒന്ന് കയ്യെ പിടിക്കാൻ. ബൈബിളിൻ്റെ പ്രയോഗങ്ങൾ ഭയങ്കരമാണ്. മനുഷ്യൻ്റെ മനസ്സറിഞ്ഞെഴുതിയിരിക്കുന്നൊരു ഗ്രന്ഥമാണ്. ദൈവമാണല്ലോ ഈ പുസ്തകത്തിനകത്തെ എഴുത്തുകാരൻ. എഴുതിയത് ആരാണെങ്കിലും ഇതിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണല്ലോ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വൈകാരികമായിരിക്കുന്ന പ്രശ്നങ്ങളും ചിന്തകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രയോഗങ്ങൾ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അനേക പ്രാവശ്യം തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിക്കും. 1 2 3 4 പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്.
നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ പലരുടെയും കൈക്ക് കർത്താവ് പിടിക്കുകയും ചെയ്തു. വേദപുസ്തകത്തിൽ തെളിവുണ്ട്. മനുഷ്യൻ്റെ കൈക്ക് പിടിക്കാൻ ദൈവം മനസ്സ് വയ്ക്കുന്നത് ഒരു വിജയ ചരിത്രമായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, പണമല്ല എല്ലാത്തിൻ്റെയും പരിഹാരം. പണമുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊന്ന് മുറുക്ക പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഒറ്റപ്പെട്ടു പോയവർക്കേ അതിൻ്റെ വേദനകൾ അറിയത്തുള്ളൂ. കയ്യിൽ പിടിക്കുന്നത്, കൈ കോർത്ത് പിടിക്കുന്നത് ഒരു വലിയ ബന്ധത്തിൻ്റെ ചിത്രീകരണമാണ്. അതുകൊണ്ടാണ് വിവാഹവേളയിലെല്ലാം ഏത് സമുദായത്തിലാണെങ്കിലും എൻ്റെ നിരീക്ഷണം ശരിയെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹത്തിലൂടെ ആ ശുശ്രൂഷ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചടങ്ങ് നടക്കുമ്പോൾ, ആചാര്യനായിരിക്കുന്ന ആൾ ഏത് മതത്തിലാണെങ്കിലും സമുദായത്തിലാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും കരങ്ങൾ തമ്മിൽ കോർത്ത് പിടിപ്പിക്കും. എന്തിനാണ്? അത് എന്തിൻ്റെ സിമ്പലാണ്? ഒരു വലിയ ദൃഢമായ ബന്ധത്തിൻ്റെ, കൈക്ക് പിടിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പിൻ്റെ ഒരു നേർചിത്രമല്ലേ കാണിക്കുന്നേ. ഇതൊരു വിവാഹവേളയിലെ ചടങ്ങിന് മാത്രമല്ല, മനുഷ്യന് ആരെങ്കിലും ഇതുപോലെ അവൻ്റെ കൈക്ക് പിടിച്ച് നിർത്താൻ വേണം. നിർഭാഗ്യവശാൽ ഈ ലോകത്തിൽ പല കാരണം കൊണ്ട് ചിലർ ഇട്ടിട്ട് പോകും, ചിലർ അകന്ന് നിൽക്കും. അടുത്ത് വന്നെങ്കിലേ കൈനീട്ടി നമ്മളെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഒരു കൈ നീണ്ടു വന്ന് എന്നെ രക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നിന്നോ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ, കൂട്ടുകാരിൽ നിന്നോ, പഠിക്കുന്ന കലാലയത്തിൽ നിന്നോ, എന്തിനേറെ പറയുന്നു, നീ നിരന്തരമായി പോകുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് നിന്നോ ഒരു കൈ നിനക്ക് നേരെ നീട്ടാൻ ഇല്ലെങ്കിലും ഉയരത്തിൽ നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ കൈ നീട്ടിയാൽ നീ രക്ഷപ്പെടും. ഞാൻ അത്രേ പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടിയാൽ ചിലർ രക്ഷപ്പെടും. ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ ഈ വാക്ക് ഗഹനമായി ചിന്തിക്കാൻ മനസ്സ് വയ്ക്കുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ദൈവമേ, ആ കരം എനിക്ക് നേരെ ഒന്ന് നീട്ടിത്തരണം. അങ്ങയുടെ കൈ എന്നെ നീട്ടി എന്നെ ഒന്ന് പിടിക്കണം. എനിക്ക് രക്ഷപ്പെടണം. ഇത്രയും മാത്രം മതി. എനിക്ക് നേരെ അങ്ങയുടെ കൈ ഒന്ന് നീട്ടിയാൽ, എൻ്റെ വീടിന് നേരെ, എൻ്റെ കുഞ്ഞിന് നേരെ സർവശക്തൻ്റെ കൈ നീട്ടിയാൽ, ആ കൈനീട്ടലിൽ ഞാൻ രക്ഷപ്പെടും. ഈ ദിവസത്തെ ചിന്തയിൽ ഏറ്റവും അധികം ദൈവത്തോട് പ്രാർത്ഥിക്കും. പലരും കൈ നീട്ടുമെന്നും കൈ താങ്ങൽ തരുമെന്നും കൈ തുറന്ന് സഹായിക്കുമെന്നും കൈ കൊണ്ട് നമ്മളെ ബലപ്പെടുത്തുമെന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കാതെ പോയെങ്കിലും ദൈവത്തിനത് ചെയ്യാൻ പറ്റും. ദാവീദിൻ്റെ കൂടെ ദൈവസന്നിധി നിന്ന് പറ. എത്ര പ്രശ്നങ്ങൾ എന്നെ വിഴുങ്ങാൻ ഭാവിക്കുമ്പോഴും, പലരും എന്നോട് ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും ഇടപെടുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ സ്വർഗത്തിൽ നിന്ന് നീട്ടി രക്ഷിക്കും. ആ ഒരു ബലം ഇന്ന് നമ്മൾ വ്യാപരിക്കട്ടെ. നിങ്ങളിന്ന് വിശ്വസിക്കുക. ഇന്ന് എത്ര കഠിന പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ കൈ നമുക്ക് നേരെ നീട്ടും. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കും. നാം രക്ഷപ്പെടും. അത്രയും മതി. ദൈവം കൈ നീട്ടിയാൽ നാം രക്ഷപ്പെടും. സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടിയാൽ നമുക്ക് വിടുതലുണ്ടാകും. അത് മതി കർത്താവേ. നീ വാക്യം വെച്ച് പ്രാർത്ഥിക്കുക. ബാക്കി ദൈവം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഉയരത്തിൽ നിന്ന് കൈനീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് ഈ ഭക്തൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അനേക സന്ദർഭം അത് അനുഭവിച്ചിട്ടുള്ള മനുഷ്യനെന്ന നിലയ്ക്ക് ഈ ദാവീദ് പറയുന്നു, ഉയരത്തിൽ നിന്ന് കൈനീട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. നാഥ, ഞങ്ങളത് തിരുവെഴുത്തിൽ കണ്ടതുകൊണ്ട് ആ വാക്യം ഏറ്റെടുക്കുക. ഞാൻ രക്ഷപ്പെടേണ്ടതിന്, ഇത് കേൾക്കുന്ന ഞങ്ങളിൽ ചിലർ രക്ഷപ്പെടേണ്ടതിന് ദൈവം കൈനീട്ടി തരണമേ. ഈ ദിവസങ്ങളിൽ സംഭവിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ആഴക്കടലിൽ പെട്ടുപോയതുപോലെ ചില വിഷയങ്ങളിൽ പെട്ടുപോയവർ പുറത്തേക്ക് വരേണ്ടതിന്,
അങ്ങയുടെ കൈയൊന്ന് നീട്ടിക്കൊടുക്കണേ. ആ കയ്യെ പിടിച്ച് രക്ഷപ്പെട്ടോളാൻ പറയണേ. അതൊരനുഭവമാക്കണേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.